സംഘചാലക് പ്രൊഫസർ രമേശൻ സാർ, സർവാദരണീയനായ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ശിവപ്രസാദ് സാർ, ഇന്നിവിടെ പ്രഥമ പത്മകീർത്തി പുരസ്കാരത്തിന് അർഹനായി നമുക്കിടയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള, അത് സ്വീകരിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ നാരായൺജി, മാനനീയ വിഭാഗ് സംഘചാലക് ശ്രീ ഗിരീഷ് ജി, ഇന്ന് ഈ സർവാദരണീയനായ ശിശുപാൽജിയുടെ അനുസ്മരണ പരിപാടിയിൽ സംബന്ധിക്കുന്നതിനായി എത്തിയിട്ടുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. അരവിന്ദ മഹർഷി മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അത് ശരീരത്തിൻ്റെ ഒരു കൊഴിയൽ മാത്രമാണ്. അതൊരു കാരണവശാലും വ്യക്തിപരമായ ഒരു നിലനിൽപ്പിൻ്റെ അവസാനമല്ല എന്നാണ്. നോട്ട് എ സെസേഷൻ ഓഫ് പേഴ്സണൽ എക്സിസ്റ്റൻസ്, ഇറ്റ്സ് ഓൺലി എ ഷെഡിങ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ഒരു കൊഴിയൽ മാത്രമാണ്. വ്യക്തി എന്ന നിലയിൽ ആ നിലനിൽപ്പ് അവസാനിക്കുന്നേയില്ല, അത് ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് മഹർഷി പറയുന്നത്. ചില മഹത്തുക്കളെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ശിശുപാൽജിയെ പോലെയുള്ള ആദർശത്തിൻ്റെ പൂർത്തീകരണത്തിനായി സർവ്വതും സമർപ്പിക്കാൻ സന്നദ്ധരായ ഋഷിതുല്യരായ ശിശുപാൽജിയെ പോലെ, പരമേശ്വർജിയെ പോലെ, മാന്യ ഹരിയേട്ടനെ പോലെ, മാധവജിയെ പോലെയൊക്കെയുള്ള വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് 100% സത്യമായിട്ടുള്ളൊരു വസ്തുതയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അവരുടെയൊക്കെ സാന്നിധ്യം നമുക്കെപ്പോഴും അനുഭവപ്പെടുന്നു. ഏത് സന്ദർഭത്തിൽ സംഘടനാ സംബന്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ, എന്തെങ്കിലുമൊക്കെ വിഷമതകൾ നേരിടുമ്പോൾ, തടസ്സമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ശിശുപാൽജി എങ്ങനെയായിരിക്കും ആ സന്ദർഭത്തിൽ പെരുമാറിയിട്ടുണ്ടാവുക എന്ന് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അതാണ് അവരുടെ വ്യക്തിത്വം. ഹിന്ദു സമൂഹം ഒരു പുതിയ വെല്ലുവിളിയെ നേരിടുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ശ്രേഷ്ഠ വ്യക്തിത്വങ്ങൾ അവരുടെ കർമ്മമണ്ഡലത്തിൽ എങ്ങനെയാണ് അതിനെ നേരിട്ടത്, എങ്ങനെയാണ് അതിനെ പരിഹരിച്ചത് എന്നത് നമ്മുടെ മുമ്പിൽ ഒരു മാർഗം പോലെ തെളിയും. ധർമ്മത്തിൻ്റെ ലക്ഷണം പറയുമ്പോൾ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സുപ്രധാന തത്വമുണ്ട്. യദ്യതാചരതി ശ്രേഷ്ഠസ്തത്വദേവേതരോ ജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ദേവതകൾ അല്ലെങ്കിൽ ദേവതുല്യരായ മനുഷ്യർ, ആദർശം സ്വജീവിതത്തിൽ പാലിച്ചവർ എങ്ങനെയാണോ ജീവിച്ചത് അത് നോക്കി ജീവിക്കലാണ് ധർമ്മം എന്ന് ലളിതമായതിൻ്റെ അർത്ഥം പറയാം. ശിശുപാൽജിയെ പോലെയുള്ള മഹത്തുക്കളെ, ഋഷീശ്വരന്മാരെ അങ്ങനെ മാത്രമേ നമുക്ക് സ്മരിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് അരവിന്ദ മഹർഷിയുടെ മരണസംബന്ധിയായ ആ നിർവചനം സത്യമാകുന്നത്. അതൊരിക്കലും ഇറ്റ് ഈസ് നോട്ട് എ സെസേഷൻ ഓഫ് പേഴ്സണൽ എക്സിസ്റ്റൻസ്, വ്യക്തിപരമായ ഒരു അസ്തിത്വത്തിൻ്റെ അവസാനമല്ല, ഒരു നിർത്തലല്ല. അത് നമുക്കിടയിലുണ്ട്, ഇടയിൽ ജീവിക്കുകയാണ് അവരോരോരുത്തരും. അവരുടെ കർമ്മപുണ്യത്തിലൂടെ നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. അവരെക്കുറിച്ച് ഓർക്കേണ്ടത് ഇത്തരം പരിപാടികളിലൂടെ മാത്രമല്ല, ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോ നിമിഷവും അവരെ ഓർക്കേണ്ടതിന് വേറെയും കാരണമുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം നമുക്കൊക്കെ തോന്നാറുണ്ട് ഇതൊരു വിജയത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന്.
ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ പലരും, ഞാൻ കേട്ടിട്ടുണ്ട്, വേർഡ്സ്വർത്തിന്റെ പ്രസിദ്ധമായ പ്രില്യൂഡ് പോലുള്ള കവിതയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയും, ബ്ലിസ് വാസ് ഇറ്റ് ഇൻ ദാറ്റ് ഡോൺ ടു ബി അലൈവ്. ഈ പ്രഭാതത്തിൽ, ഈ വിഭാഗത്തിൽ ജീവിക്കാൻ കഴിയുക തന്നെ അനുഗ്രഹീതമാണ്, ആനന്ദകരമാണ്. ആൻഡ് ടു ബി യങ് ഈസ് ഡെഫിനറ്റ്ലി ഹെവൻ. സ്വർഗം പോലെയാണ് അതിൽ യുവാവായിരിക്കുക എന്നത്. യുവാവെന്നത് തലമുടിയുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ എണ്ണുന്ന പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഉള്ള ഒന്നല്ല. യുവത്വം എന്നത് മനസ്സിൻ്റെ നിലയാണ്. അതുകൊണ്ട് വേർഡ്സ്വർത്ത് പറഞ്ഞതുപോലെ ടു ബി യങ്, അതായത് അത് സ്വർഗത്തിന് തുല്യമാണ്. ഏത് കാലത്ത്? ഇത്തരം വിജയത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത്. ഈ വിജയം മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാക്കും. അവിടെയും ഒരു സാഹിബിനെ ഉദ്ധരിക്കുന്നതിൽ ക്ഷമിക്കണം, വളരെ പ്രസിദ്ധമാണ്, വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഉദ്ധരണിയാണ്. അതുകൊണ്ട് ഉദ്ധരിക്കുകയാണ്. സാഹിബിൻ്റെ പേര് പറയാനുള്ള പ്രത്യേക കൗതുകമൊന്നുമില്ല. മൈക്കൽ ഹോഫ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ എഴുത്തുകാരനുണ്ട്. അദ്ദേഹം പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ളൊരു വാചകമുണ്ട്. ഹാർഡ് ടൈംസ് ക്രിയേറ്റ് സ്ട്രോങ് മാൻ. വിഷമകരമായ സാഹചര്യങ്ങൾ കരുത്തന്മാരെ സൃഷ്ടിക്കും. സ്വാഭാവികമാണ്. ശിശുപാൽജിയെ പോലുള്ള ഒരു കരുത്തൻ, ആ കരുത്ത് അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതിയുടെ കരുത്തായിരുന്നില്ല, അത് നമുക്കറിയാം. അത് അവസാന കാലമായപ്പോഴേക്കും ഉണ്ടായ ശാരീരിക അസ്വസ്ഥതയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. വളരെ നേരത്തെ തന്നെ അദ്ദേഹം അങ്ങനെ ഒരു വലിയ ടാർസനൊന്നും ആയിരുന്നില്ല, ശാരീരിക പ്രമുഖൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ശാരീരികമായി അത്ര വലിയ ഒരു തികവുള്ള ഒരു സ്ഥിതിയായിരുന്നില്ല. പക്ഷേ അദ്ദേഹം മനസ്സിൻ്റെ, കാര്യം പോലത്തെ മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു. അതുകൊണ്ട് ഈ കൊട്ടേഷൻ്റെ, ഈ ഉദ്ധരണിയിലെ ആദ്യ വാചകം സത്യമാണ്. ഹാർഡ് ടൈംസ് ക്രിയേറ്റ് സ്ട്രോങ് മെൻ. ആ വിഷമകരമായ സാഹചര്യത്തിൽ അവർ ജീവിച്ചത്, അതിനോട് പൊരുതി അവർ കരുത്ത് തെളിയിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ, അങ്ങനെ സ്ട്രോങ് മെൻ, കരുത്തന്മാർ, സ്ട്രോങ് മാൻ ക്രിയേറ്റ് ഗുഡ് ടൈംസ്. ആ കരുത്തന്മാരുടെ പരിശ്രമം കൊണ്ട് നല്ല കാലം പിറക്കും. നമുക്കറിയാം, ആരോരുമില്ലാത്ത കാലത്ത് ആ കരുത്തന്മാർ നടത്തിയ പോരാട്ടത്തിലൂടെ കിട്ടിയ നല്ല കാലമാണ് ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ സൗഭാഗ്യം കിട്ടിയ ഈ ഡോൺ, ഈ പ്രഭാതമായി നമ്മൾ പറയുന്നത്. അവരുടെ ശ്രമമാണ്, അവരൊഴുക്കിയ രക്തമാണ്, അവർ ചൊരിഞ്ഞ വിയർപ്പാണ്, അവർ ഒഴുക്കിയ കണ്ണുനീരിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ഈ നല്ല കാലം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഹോഫ് പറയുന്നത്, ഹാർഡ് സ്ട്രോങ് മെൻ ക്രിയേറ്റ് ഗുഡ് ടൈംസ്. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ആ ഘട്ടത്തിൽ വേണ്ടതുപോലെ ആ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നാൽ ഗുഡ് ടൈംസ് ക്രിയേറ്റ് വീക്ക് മെൻ. ഈ നല്ല കാലത്ത് നമ്മൾ അറിയാതെ ദുർബലരായിപ്പോയി. സുഖമൊക്കെ അനുഭവിച്ചു തുടങ്ങുമ്പോൾ, വിജയത്തിൻ്റെ കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാതെ ദൗർബല്യം വന്നു ചേരും. ഗുഡ് ടൈംസ് ക്രിയേറ്റ് വീക്ക് മെൻ. പിന്നീട് ഓഫ് പറയുകയാണ്, വീക്ക് മെൻ ക്രിയേറ്റ് ഹാർഡ് ടൈംസ്. ഈ ദുർബലന്മാർ ദുരിതപൂർണമായ കാലത്തെ സൂക്ഷിക്കും. കാലം അപ്പോൾ വീണ്ടും ചക്രം താഴേക്ക് പോകാൻ ഇടയുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ എന്തു വേണം? അവരെക്കുറിച്ച് ഓർക്കണം. നമ്മളിൽ നിന്ന് വേർപെട്ട് പോകാതെ തന്നെ നമ്മുടെ ഇടയിൽ ജ്വലിച്ചു നിൽക്കുന്ന അത്തരം വ്യക്തിത്വങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. ഇത്തരം പരിപാടികളുടെ മുഖ്യമായ ഉദ്ദേശം അതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ കഴിയും. ഇന്ന് അതേപോലെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ ആദരിക്കുകയാണ് നമ്മളെല്ലാവരും ചേർന്ന്. ഡോക്ടർ ബിരുദം നേടുക, അതിൽ ഒരു പ്രത്യേക വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുക, ഉന്നതമായ വിധത്തിൽ പാസ്സാവുക, അതൊക്കെ ഈ കാലത്തും വളരെയേറെ സാധ്യതകളുള്ള, വളരെ വലിയ സാമ്പത്തികമായ ഉയർച്ചയിലേക്കൊക്കെ പോകാൻ പറ്റിയ മേഖലയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. അത്തരം ഒരു വഴി തിരഞ്ഞെടുക്കാതെ സംഘത്തിലൂടെ കിട്ടിയ ദേശസേവനത്തിൻ്റെ, സാമൂഹ്യ സേവനത്തിൻ്റെ ആ വസ്തുതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ കഴിവിനെ, താൻ നേടിയ കഴിവിനെ സമൂഹ നന്മയ്ക്കായി സമർപ്പിക്കാൻ കഴിയുക. നമുക്ക് ഡോക്ടർ നാരായണൻ നമ്മുടെ ഇടയിൽ, നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകനാണ്. പക്ഷേ അദ്ദേഹം നേടിയ ആ വിദ്യാഭ്യാസ യോഗ്യത ഒക്കെ വെച്ചിട്ട് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ ഇടയിൽ എത്രയോ ആളുകളുണ്ട്.
പക്ഷെ അങ്ങനൊരു വഴി തിരഞ്ഞെടുക്കാതെ അദ്ദേഹം സമൂഹ സേവനത്തിനായി തൻ്റെ കഴിവിനെ സമർപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അട്ടപ്പാടി പോലുള്ളൊരു സ്ഥലം തൻ്റെ പ്രവർത്തന കേന്ദ്രമാക്കി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ഈ സമർപ്പണത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനാണ്. അങ്ങനെ മുന്നോട്ട് പോയ ആ വ്യക്തിത്വം തൻ്റെ ജീവിതത്തെ രാഷ്ട്രത്തിനായി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ വ്യക്തിത്വത്തെ ആദരിക്കുക വഴി, അനീഷ് പറഞ്ഞത് സത്യമാണ്, അങ്ങനെയുള്ളവരെ ആദരിക്കുക വഴിയാണ് നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ സ്ഥാപനത്തിന്, നമ്മുടെ പ്രസ്ഥാനത്തിനൊക്കെയും ഒരു ഉയർച്ച കിട്ടുക. ഇതുകൊണ്ട് എനിക്കറിയില്ല നാരായണിക്ക് എന്തെങ്കിലും പ്രത്യേകമായി വ്യക്തിപരമായി ഉയർച്ച കിട്ടും എന്ന്. അങ്ങനെയുള്ളവരെ ആദരിക്കുക വഴി നമ്മളാണ് ഉയരുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയും. നല്ല കാര്യമാണ്. പ്രഥമ ശിശുപാലജിയുടെ അനുസ്മരണ സമ്മേളനം നടക്കുന്ന ഇവിടെ വെച്ച് നൽകപ്പെടുന്ന പ്രഥമ അവാർഡ് ഒരു ശിശുപാലന് തന്നെ കിട്ടി എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. ശിശുപാലൻ എന്ന വാക്കിൻ്റെ അർത്ഥം സത്യത്തിൽ കുട്ടികളെ രക്ഷിക്കുന്നവൻ എന്നാണ്. കുട്ടികളെ രക്ഷിക്കുന്ന ആളാണ് നാരായൺജി പഠിച്ച വിഷയം അതാണ്. ശിശുപാലൻ എന്ന വാക്കിന് നമ്മളെപ്പോഴും ചേതി രാജാവായിരുന്ന ഒരു ശിശുപാലനെയാണ് ഓർക്കുന്നത്. അങ്ങനെയല്ല, ശിശുപാലൻ എന്ന പദം ഏറ്റവും സുന്ദരമായൊരു പദമാണ്. ശിശുപാലനും ഗോപാലനും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്നത് വസ്തുതയാണ്. പക്ഷേ ആ ശിശുപാല പുരസ്കാരം ഒരു ചൈൽഡ് സ്പെഷ്യലിസ്റ്റിന് തന്നെ അത്തരമൊരു അവാർഡ് കിട്ടിയത് വളരെ ഉചിതമാണ് എന്നുകൂടി ഞാൻ കരുതുകയാണ്. ഏതായാലും ഇന്നത്തെ ഈ പ്രഥമ അനുസ്മരണ പ്രഭാഷണ സന്ദർഭത്തിൽ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യണം എന്ന് വിചാരിക്കുന്നൊരു വിഷയം, അത് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാനും ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞു, വലിയൊരു വിജയത്തിൻ്റെ, നേട്ടത്തിൻ്റെ, അഭിമാനകരമായ സ്വർഗതുല്യമായ നേട്ടത്തിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഭാരതം. ഹിന്ദുക്കൾ പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും നമുക്കൊക്കെ അഭിമാനം തരുന്ന വലിയ വിജയമാണ് നമുക്ക് മുമ്പിലുള്ളത്. പക്ഷേ ആ സന്ദർഭത്തിൽ എത്രയേറെ നമ്മൾ കരുതിയിരിക്കണം എന്നതിനെക്കുറിച്ചും ഞാൻ പറഞ്ഞു. കരുതിയിരിക്കേണ്ടത് എന്തിനെയെല്ലാമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, വാക്ക് അത്ര ഉചിതമാണോ എന്നെനിക്കറിയില്ല, ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ മുന്നോട്ട് പോകാൻ രണ്ട് ബോധങ്ങളുടെ ആവശ്യമാണ്. ഒന്ന്, തികഞ്ഞ ഉറപ്പുള്ള ആത്മബോധം, തന്നെക്കുറിച്ചുള്ള അറിവ് കൃത്യമായിട്ടുണ്ടാകും. രണ്ടാമത്തത്, ആ രണ്ടാമത്തെ പദത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ചിലർക്ക് ഒരുപക്ഷെ തർക്കമുണ്ടായേക്കാവുന്ന പദമാണ്, പക്ഷെ ആവശ്യമാണതെന്നാണ് എൻ്റെ പക്ഷം. ശത്രുബോധം. ആത്മബോധവും ശത്രുബോധവും ഇല്ലാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. വ്യക്തമായി വിലയിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഭർതൃഹരി തൻ്റെ പ്രസിദ്ധമായ വൈരാഗ്യ ശതകത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ ചോദിക്കുന്നുണ്ട്, കിയദ്വാ ശക്യമുന്നേതും സ്വധർമ്മമനുധാവത. സ്വന്തം ആശയം മാത്രം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് കാര്യമാണ് ഈ ലോകത്തിൽ ചെയ്യാൻ കഴിയുക? കിയദ്വാ ശക്യമുന്നേതും, എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എതിരായി നിൽക്കുന്ന, എതിരായി നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. ആ വശത്തെക്കുറിച്ചാണ് അല്പം ചില പരാമർശങ്ങൾ നടത്താം എന്ന് ഞാൻ കരുതുന്നു. ആത്മബോധം എന്ന് പറയുമ്പോൾ ആത്മബോധത്തിൻ്റെ അടിത്തറയിൽ അല്ലാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല, അത് ആവശ്യമാണ്. തികഞ്ഞാത്മബോധം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയത്തെക്കുറിച്ച്, നമ്മുടെ ആദർശത്തെക്കുറിച്ച് ശിശുപാൽജിയെ പോലെ, പരമേശ്വർ ശെട്ടിയെ പോലെ, ഹരിയേട്ടനെ പോലെയൊക്കെയുള്ള മഹാത്മാക്കൾ ഏതൊരു ആദർശത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണോ ജീവിച്ചത്, പ്രവർത്തിച്ചത്, തങ്ങളെ തന്നെ സമർപ്പിച്ചത്, ആ ആശയം എന്താണ്? ആ ആശയം ഹിന്ദുത്വം എന്ന ആശയം. യാതൊരു സംശയവുമില്ലാതെ ഉറപ്പോടുകൂടി നിങ്ങളിൽ ഒരു 40 വയസ്സിന് മേലെയൊക്കെയുള്ള ആളുകൾക്കറിയാം, ശിശുപാൽജിയൊക്കെ ആ ഹിന്ദു പദം കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹമൊക്കെ ആ മുഖത്തും ആ ശരീരത്തിലും ഒക്കെ വന്നിട്ടുള്ള മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തൊരു ആനന്ദമാണ്, എന്തൊരു അഭിമാനമാണ് ആ വാക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, ശരീരത്തിലൂടെ ഒരു ആനന്ദത്തിൻ്റെ, കരുത്തിൻ്റെ ഒരു ആലത്തിക ആഘാതം കടന്നു പോകും. then alone you are a Hindu, when the very name sends through you a galvanic shock of strength. കരുത്തിൻ്റെ ഒരു ഇലക്ട്രിക് ഷോക്ക് കടന്നു പോകുന്നത് അവരിലൂടെ കടന്നു പോകുന്ന നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത്രയ്ക്ക് താതാത്മ്യം പ്രാപിച്ചിരുന്നു ഹിന്ദുത്വവുമായിട്ട് അവർ. എന്തുകൊണ്ടാണ് സാധിച്ചത്? അത് ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് കൊണ്ടാണ്, പഠനം കൊണ്ടാണ്. ഈ തലമുറയിൽ ജീവിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വലിയൊരു ഉത്തരവാദിത്വമാണ്
ഈ ആശയത്തെ, ആത്മബോധം എന്ന് പറയുമ്പോൾ ഈ ഹിന്ദുത്വ ബോധത്തെ ഉൾക്കൊള്ളണം, ആഴത്തിൽ പഠിക്കേണ്ടത്. ആഴത്തിൽ നമ്മളത് പഠിക്കാതിരിക്കുന്നത് കൊണ്ടാണ്, പഠിച്ച് അതിനെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ വേണ്ടതുപോലെ വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഹിന്ദുത്വ വിരുദ്ധമായ പ്രസ്താവനകൾ, സനാതന ധർമ്മ നിഷേധിയായിട്ടുള്ള പ്രസ്താവനകളൊക്കെ നടത്താൻ ചിലർക്കൊക്കെ തൻ്റെ ഇടമുണ്ടാകും, അത് ധൈര്യം ഉണ്ടാകും. അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്, ഇതാണ്, കൊതുകാണ്, മൂട്ടയാണ് എന്നൊക്കെ പോലും പറയാൻ തയ്യാറാകുന്നതിൻ്റെ കാരണം ഹിന്ദുത്വത്തിൻ്റെ യഥാർത്ഥ വക്താക്കൾ കുറച്ചുകൂടി ഉറക്കെ സംസാരിക്കാത്തത് കൊണ്ടാണ്. കാരണം പറയാറില്ലേ, പ്രസിദ്ധരായ മഹാത്മാക്കളൊക്കെയും പറഞ്ഞിട്ടുള്ളൊരു വസ്തുതയാണ്, ഇന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം ശത്രുക്കൾ ഏറെ ശക്തരായതുകൊണ്ടല്ല, എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ടല്ല, നല്ല ആളുകൾ ഉറക്കെ സംസാരിക്കാത്തത് കൊണ്ടാണ് ഈ ചീത്ത ആളുകളുടെ ശബ്ദം ഉറക്കെ കേൾക്കുന്നത് എന്നാണ്. ദേശവിരുദ്ധരായ ആളുകളുടെ വളരെ കൂടുതൽ ഉറക്കെ ശബ്ദം കേൾക്കുന്നതിൻ്റെ കാരണം ദേശാനുകൂലികളായ ആൾക്കാർ നിശബ്ദരായിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഉറക്കെ സംസാരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മൾ ആ ഹിന്ദുത്വത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ഈ രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തെക്കുറിച്ച്, തനിമയെക്കുറിച്ച്, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിന്ദുവാണ്, ഈ രാഷ്ട്രം നിലനിൽക്കുന്നത് അതിൻ്റെ സ്വത്വത്തിൽ ഊന്നിയാണ്. ഏതേതെല്ലാം കാലത്ത് നമ്മൾ വൈതരണികളെ, പ്രശ്നങ്ങളെ നേരിട്ടിട്ടുണ്ടോ, ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കരുത്തുണ്ടാക്കി തന്നത് നമ്മുടെ സ്വത്വമാണ്, നമ്മുടെ തനിമയാണ്. ദ വെരി സെൽഫ് ഓഫ് അവേഴ്സ്, നമ്മുടെ തനിമ, സ്വത്വം. ആ സ്വത്വമാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെയും പ്രേരിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമരത്തെ പ്രേരിപ്പിച്ചത് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം കിട്ടുമെന്നും എനിക്കതിൻ്റെ ഭരണാധികാരി ആകാമെന്നുമുള്ള ചിലരുടെ മോഹം കൊണ്ടല്ല. ചിലരങ്ങനെ മോഹിച്ചിരുന്നു, അവരുണ്ടാക്കിയ കുഴപ്പം വേറെയുണ്ട്, അതിരിക്കട്ടെ, ഇന്ന് അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒന്നും തന്നെ എനിക്ക് ഡൽഹിയുടെ ഭരണാധികാരം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് സമരം ചെയ്തവരല്ല, യുദ്ധം ചെയ്തവരല്ല, എഴുതിയവരല്ല, നടിച്ചവരല്ല, വരച്ചവരല്ല. ഇതൊക്കെ സ്വാതന്ത്ര്യ സമരമായിരുന്നു. വര സ്വാതന്ത്ര്യ സമരമായിരുന്നു, എഴുത്ത് സ്വാതന്ത്ര്യ സമരമായിരുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ സ്വാതന്ത്ര്യ സമരം നടത്തി, വ്യവസായത്തിൻ്റെ മേഖലയിലൊക്കെയും സ്വാതന്ത്ര്യ സമരം നടത്തി. അത് സ്വത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സമരമായി. അതുകൊണ്ടാണ് പറയാറ്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ഫോർ സെൽഫ്ഹുഡ്, നമ്മുടെ സ്വത്വത്തിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇതിനെല്ലാം പ്രേരണയായി വർത്തിക്കുന്ന ഒന്ന്, അതും നമ്മുടെ സ്വത്വബോധത്തിൻ്റെ, ആത്മബോധത്തിൻ്റെ മൂന്നാമത്തെ ഘടകമാണ്. ഒന്ന് ഹിന്ദുത്വം, രണ്ടാമത്തത് സ്വത്വം, മൂന്നാമത്തത് ഈ ഭാരതമെന്ന രാഷ്ട്രം ഒരു അഖണ്ഡ പ്രവാഹമാണ് എന്നുള്ള സങ്കല്പം, എന്നുള്ള ആശയം. ഭാരതം അനാദികാലം മുതൽ നിലനിൽക്കുന്ന ഒന്നാണ്. അതും ആഴത്തിൽ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ വസ്തുതയാണ്. വെറുതെ രണ്ട് വാചകങ്ങൾ കൊണ്ട് ഭാരതം അനാദിയാണെന്ന് പറഞ്ഞത് ഉണ്ടായില്ല. ഭാരതം അനാദിയാണെന്നുള്ള പരാമർശം എവിടെല്ലാം. എവിടെ നിന്നാണ് നമുക്ക് ഈ ആശയം കിട്ടിയത്? ചിലരെല്ലാം പ്രചരിപ്പിക്കുന്നത് പോലെ അത് സായിപ്പ് വന്നതിന് ശേഷം കിട്ടിയ ഒരു ആശയമാണോ? അതോ ഇതിന് ആയിരം ആണ്ടുകളുടെ പഴക്കമുണ്ടോ? ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രത്യക്ഷതേ. പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു, ഹിമാലയം മുതൽ സിന്ധുസാഗരം വരെയുള്ള ഈ രാഷ്ട്രം അത് ഹിന്ദുസ്ഥാനമാണ്, ഇത് ഭാരതമാണ് എന്നുള്ള ആ മഹത്തായ സങ്കല്പം. ആ സങ്കല്പത്തെ നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കാൻ കഴിയും. അനാദികാലം മുതലേ ഈ ഭാരതത്തെ ഒരുമിപ്പിച്ച് നിർത്തിയിരുന്ന ഒരു സാംസ്കാരിക ഏകതയുടെ മഹത്വത്തെ നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കാൻ കഴിയും. അപ്പോഴേ നമുക്ക് കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതെല്ലാം നമ്മുടെ പോസിറ്റീവായിട്ടുള്ള, നിർമ്മാണാത്മകമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള ആത്മബോധത്തിൻ്റെ ഘടകങ്ങളാണ്. ഈ ഘടകങ്ങളെ സംഘത്തിൻ്റെ പ്രവർത്തകരായാലും, യുദ്ധക്ഷേത്ര പ്രവർത്തകരായാലും, ഏത് ഹിന്ദു സംഘടനാ പ്രവർത്തകരായാലും ഈ ആത്മബോധത്തെ, ഞാനെന്ന ബോധത്തെ ശക്തിപ്പെടുത്താൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള പഠന ഗവേഷണങ്ങളിൽ ഏർപ്പെടേണ്ട കാലമാണിത്. അത് പരമേശ്വരിയെപ്പോലുള്ള ആളുകൾ ഇനി ജനിച്ചു വരട്ടെ, അവരത് ചെയ്തുകൊള്ളുമെന്ന് വിചാരിക്കേണ്ടതില്ല. നമ്മുടെ ഓരോരുത്തരുടെയും തലത്തിൽ ഈ മൂന്ന് തത്വങ്ങളെക്കുറിച്ച് നമുക്ക് ആഴത്തിൽ പഠനം നടത്താൻ കഴിയും. എല്ലാ ശ്രേഷ്ഠന്മാരായ നമ്മുടെ ആചാര്യന്മാരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള ഈ വസ്തുതയെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് സ്വാംശീകരിച്ചു കൊണ്ടുവരാൻ കഴിയും. കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ 1916 അവിടെ ഒരു ആന്ത്രോപോളജിക്കൽ സെമിനാർ നടത്തിയായിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റി വളരെയേറെ പ്രസിദ്ധമോ കുപ്രസിദ്ധമോ ഒക്കെയാണ്.
കാലത്ത് പ്രത്യേകിച്ച് ആ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് സംസ്കാരത്തിനെതിരായിട്ടുള്ള സാംസ്കാരിക മാർക്സിസം എന്ന് പറയുന്ന കൾച്ചറൽ മാർക്സിസത്തിൻ്റെ, കൾച്ചറൽ സ്റ്റഡീസിൻ്റെ ഒക്കെ പ്രഭവ കേന്ദ്രമായി പിൽക്കാലത്ത് മാറിയ ആ യൂണിവേഴ്സിറ്റിയിൽ ബാബാ സാഹേബ് അംബേദ്കർ പഠിച്ചിരുന്നു. ആ സമ്മേളനത്തെ അത് 1916 അവിടെ വെച്ച് നടന്ന ഒരു ഇന്റർനാഷണൽ സെമിനാർ, ആന്ത്രോപോളജി നരവംശാസ്ത്ര സംബന്ധിയായ സെമിനാറാണ്. ബാബാ സാഹേബ് അംബേദ്കർ അവിടെ പ്രബന്ധം അവതരിപ്പിച്ചത്, ഓൺ കാസ്റ്റ് എന്ന് പറയുന്ന പ്രബന്ധം. ആ പ്രബന്ധത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ വസ്തുതകൾ. ഇന്നത്തെ കാലത്ത് പലപ്പോഴും അംബേദ്കറെയൊക്കെ ഹിന്ദുത്വത്തിനും സനാതന ധർമ്മത്തിനും രാഷ്ട്രത്തിനുമൊക്കെ എതിരായി നിർത്തുന്ന, അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കാലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വസ്തുത കൂടി പറയുന്നത്. അംബേദ്കർ അന്ന് ഭാരതത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പരാമർശിച്ചു. ഭാരതം ഒന്നാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു യൂണിറ്റി. ആ യൂണിറ്റി എന്ന് പറയുന്നത് മെറ്റീരിയൽ ലെവലിൽ ഭൗതികമായ രീതിയിൽ നോക്കിയാൽ ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റി, ഭൂമിശാസ്ത്രപരമായ ഒരു ഏകത്വമുണ്ട്. ആ ഭൂമിശാസ്ത്രപരമായ ഏകത്വത്തെക്കുറിച്ചാണ് പത്മപുരാണവും മറ്റും പറഞ്ഞത്. ഭാരതം ഒന്നാണ്, ഭാരതം ഹിമാലയം മുതൽ സമുദ്രം വരെ ഒന്നാണ് എന്ന വസ്തുതയൊക്കെ പറഞ്ഞത്. അതിനെ ഓർത്തെടുത്തുകൊണ്ട് ആ വാക്കുകളിലല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹം പറയുന്നു, യെസ്, ഒരു ജോഗ്രഫിക്കൽ യൂണിറ്റി ഉണ്ട്, ഒന്നാണ് ഭാരതം, ഇത് പലതല്ല. അതിനോടൊപ്പം അദ്ദേഹം പറയുകയാണ്, ഇത് വെറും ജോഗ്രഫിക്കൽ യൂണിറ്റി മാത്രമല്ല, ഇത് ഒരു കൾച്ചറൽ യൂണിറ്റി കൂടിയാണ്, സാംസ്കാരിക ഏകത്വം കൂടിയാണ്, ഏകത കൂടിയാണ്. ഒരു ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റി സ്പ്രെഡ്സ് ഫ്രം വൺ എൻഡ് ടു അനദർ. ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക ഏകത കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കി. ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇത് സൂചിപ്പിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഹിന്ദുത്വത്തിനെതിരായി, ഭാരതത്തിനെതിരായി, സനാതനധർമ്മത്തിനെതിരായി പ്രവർത്തിക്കുന്ന കൂട്ടർ, ഭാരതത്തെ മുറിക്കണം എന്നാഗ്രഹിക്കുന്ന, ദക്ഷിണ ഭാഗത്തെ ഉത്തരഭാഗത്തിൽ നിന്ന് മുറിച്ചു മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന, വടക്ക് കിഴക്കൻ മേഖലയെ ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കുന്നവരൊക്കെ ആവർത്തിച്ച് പഠിക്കേണ്ടുന്ന ഒന്നാണ് അംബേദ്കറുടെയൊക്കെ ഈ കൾച്ചറൽ യൂണിറ്റി, ഇൻഡ്യൂബിറ്റബിൾ കൾച്ചറൽ യൂണിറ്റി വിച്ച് ഈസ് സ്പ്രെഡിങ് ഫ്രം വൺ എൻഡ് ടു അനദർ. ഒരു അറ്റം മുതൽ മറ്റൊരറ്റം വരെ പരന്നു കിടക്കുന്ന ദൃഢമായ, അദമ്യമായ, അഭേദ്യമായ ഒരു സാംസ്കാരിക ഏകത എന്ന സംഘടന. ഇങ്ങനെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഈ ആശയത്തെ ഉറപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഇതിനെതിരായി പ്രവർത്തിക്കുന്നവരുണ്ടോ? ഉണ്ടെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. സമീപകാലത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതും ഗുരുദേവനാൽ സ്ഥാപിക്കപ്പെട്ട ശിവഗിരി ആശ്രമത്തിൽ വെച്ച് നടന്ന തീർത്ഥാടന സമ്മേളനത്തിൻ്റെയൊക്കെ ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് നടത്തിയ പ്രഭാഷണം ഇതിനെതിരായി നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഉദാഹരണമാണ്. അവിടെ ഗുരുദേവനെ തന്നെ ടാർഗറ്റാക്കി. എത്ര ക്രൂരമായ വിധത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ആക്രമിക്കപ്പെട്ടത്. ഞാൻ ആക്രമിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. ഗുരുദേവൻ ജീവിച്ച ആശയത്തിന് വിരുദ്ധമായി. ഗുരുദേവൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിച്ചത്? ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം എന്തിനായിരുന്നു? ആ ആശയത്തിനെതിരായിട്ട് നടത്തുന്ന ആക്രമണം സത്യത്തിൽ വ്യക്തിക്കെതിരായിട്ടുള്ള ആക്രമണം കൂടിയാണ്. ഇത് പണ്ട് മുതലേ ആ ആശയക്കാര്, ആ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രക്കാർ പണ്ട് മുതലേ ചെയ്തിട്ടുള്ളതാണ്. EMS നമ്പൂതിരിപ്പാട് ഗുരുദേവനെതിരായിട്ട് എത്രയെത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാട് കുമാരനാശാനെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പുനക്കിന്ന് പോലും വിളിച്ചിട്ടുള്ളത്, എന്നുവരെ വിളിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ചരിത്രം വിലയിരുത്തുമ്പോൾ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞത് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്ത ക്ഷേത്രപ്രതിഷ്ഠയൊക്കെ ഒരു തരത്തിലുള്ള ബൂർഷ്വാസിയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ചെയ്തതാണ്. അതൊന്നും വേണ്ടതുപോലെ വായിക്കാത്ത ആളാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളൊന്ന് വായിക്കുകയാണ്. ഏതായാലും വായിച്ച കൂട്ടത്തിൽ പറഞ്ഞ എന്താ, ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മവുമായി ഒരു ബന്ധമില്ലാത്ത ആളാണ് എന്നാണ്. സനാതന ധർമ്മത്തിൻ്റെ വക്താവുമല്ല, പ്രയോക്താവുമല്ല, ഒന്നുമല്ല ശ്രീനാരായണൻ. പിന്നെ എന്താണ് സഖാവാണ് ശ്രീനാരായണ ഗുരുദേവൻ? ശ്രീനാരായണ ഗുരുദേവൻ ആരാണ്? ഗുരുദേവൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിച്ചത്? എന്താണ് അദ്ദേഹം സ്ഥാപിച്ചതായ അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ, സ്വാമി വിവേകാനന്ദൻ്റെ പ്രേരണയാൽ സ്ഥാപിതമായ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന് കൊടുത്തിട്ടുള്ള ഉപദേശം എന്താണ്? ജാതിയുടെയും വർഗചിന്തയുടെയും ഒക്കെ പേരിൽ
അധസ്ഥിതരെ ഒറ്റപ്പെടുത്തുന്ന മലീമസമായ അന്തരീക്ഷത്തിൽ നിന്നും സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ പ്രാചീനമായ ശ്രേഷ്ഠ സനാതന സംസ്കൃതിയുടെ വേദേതിഹാസങ്ങളുടെ സ്മൃതി പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകണം. അതിനെ ആഴത്തിൽ പഠിക്കണം. ഇതാണ് അദ്ദേഹം കൊടുത്ത ഉപദേശം. അത് പറഞ്ഞുകൊണ്ടാണ് ആ പ്രസ്ഥാനം ആരംഭിക്കപ്പെട്ടത്. ആദരണീയനായ ജസ്റ്റിസ് AR ശ്രീനിവാസൻ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രം സുന്ദരമായി എഴുതിയിട്ടുണ്ട്. ആദിമഹസ് എന്ന പേരിൽ. ആദ്യ എഡീഷന്റെ പേര് ആദിമഹസ് എന്നായിരുന്നു. പിന്നീട് അതിൻ്റെ തലക്കെട്ട് ഒരുപക്ഷെ ആദിമഹസ് എന്ന കട്ടുകട്ടിയായ സംസ്കൃത പദം വായിക്കാനോ മനസ്സിലാക്കാനോ സാധാരണ കേരളീയന് കഴിയാത്തതുകൊണ്ടാവാം അതിൻ്റെ തലക്കെട്ട് പിന്നീട് കുരുക്ഷേത്ര പ്രകാശം മാറ്റി ശ്രീനാരായണ ഗുരുദേവൻ ജീവിതത്തിലുണ്ടാകും. ആ ആദിമഹസ്, ആ സുന്ദരമായ പദം ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അന്ന് കുരുക്ഷേത്രയുടെ ഡയറക്ടറായിരുന്നുകൊണ്ട് അത് മാറ്റരുത് എന്ന് വാദിച്ചിരുന്നു. പക്ഷേ കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ജനമാനത്തിന് തർക്കിച്ചാണ് മാറ്റി ഇരിക്കട്ടെ. ഏതായാലും ആദിമഹസ് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന്. ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപക ജനറൽ സെക്രട്ടറി കുമാരനാശാൻ എഴുതി വെച്ചത് പറയുന്നുണ്ട്. അവിടെ എവിടെയും സനാതന ധർമ്മത്തെ നശിപ്പിക്കാനുള്ള ഒരു കോട്ടുകായി നമുക്കൊക്കെ മാറാം എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഈ ശ്രുതി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്നു. ആനുവയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സനാതന ധർമ്മ പ്രചാരകന്മാരുടെ പരിശീലനം നടത്തുന്നതിനും അവിടെ ധർമ്മസമ്മേളനം നടത്താൻ വേണ്ടിയിട്ടുള്ള തുടക്കം ഗുരുദേവൻ നടത്തിയപ്പോൾ 4 മേഖലയെക്കുറിച്ചാണ് ആഴത്തിൽ പഠിക്കേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. 4. ഒന്നാമത്തത് മതം, സദാചാരം, വ്യവസായം, വിദ്യാഭ്യാസം. മതം, സദാചാരം, വ്യവസായം, വിദ്യാഭ്യാസം ഈ മേഖലയെക്കുറിച്ച് അതിൻ്റെ അടിസ്ഥാനമായി പറയുന്നത് ആധ്യാത്മിക കാര്യത്തെക്കുറിച്ചായിരുന്നു. എവിടെയാണ് അദ്ദേഹം സനാതന ധർമ്മത്തിന് വിരുദ്ധമായി പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികൾ, ഏതുതരം കൃതികളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്? പൂർണ്ണമായും ഈ സനാതന ധർമ്മത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് എഴുതിയിട്ടുള്ള കീർത്തനങ്ങളെക്കുറിച്ചോ, കുണ്ടലിനി പാട്ടിനെക്കുറിച്ചോ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ കീർത്തനത്തെക്കുറിച്ചോ, ബാഹുലയ അഷ്ടകത്തെക്കുറിച്ചോ ആ കൂട്ടത്തിൽ എഴുതിയിട്ടുള്ള, ഞാൻ പറയാൻ ആ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയാറുള്ള ഭൂത പ്രേത പിശാചുക്കളെ കുറിച്ച് അതിനെക്കുറിച്ച് എഴുതിയിരുന്നത് വളരെ കൃത്യമായി എങ്ങനെ കാണാൻ കഴിയുമെന്ന് വരെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാഥമിക കാലഘട്ടത്തിൽ രചനയുടെ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ആ രൂപീകരണ ദശയിൽ എഴുതിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിവിടെ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് സമാധിക്ക് തൊട്ടു മുമ്പത്ത് എഴുതിയ 2 പ്രധാന കൃതികളെക്കുറിച്ച്. 2 പ്രധാന കൃതികൾ. ഒന്നാമത്തെ കൃതി സ്വാമി ശ്രദ്ധാനന്ദനുമൊക്കെയായി സംഭാഷണം നടത്തിയതിന് ശേഷം. ആരാ സ്വാമി ശ്രദ്ധാനന്ദൻ? ആര്യ സമാജത്തിന്റെ ഏറ്റവും കരുത്തനായ തീപ്പൊരി നേതാവ് ശ്രദ്ധാനന്ദൻ. മത പരാവർത്തനത്തിന് ഏറ്റവും നേതൃത്വം കൊടുത്ത, ഒരർത്ഥത്തിൽ മാപ്പിള ലഹളയുടെ ക്രൂരത കൊണ്ട് കേരളം തകർന്നു പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ, കേരളം പൂർണ്ണമായി തകർന്നു പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അതിൻ്റെ ശ്രേയസ് കൊടുക്കണമെങ്കിൽ, ക്രെഡിറ്റ് കൊടുക്കണമെങ്കിൽ അത് ആര്യസമാജത്തിനാണ്. ആര്യസമാജത്തിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച വ്യക്തിത്വത്തെക്കുറിച്ച് ചിന്തിക്കാനാണെങ്കിൽ സ്വാമി ശ്രദ്ധാനന്ദനാണ്. അതുകൊണ്ടാണ് സ്വാമി ശ്രദ്ധാനന്ദൻ ഒട്ടും വൈകാതെ അബ്ദുൽ റഷീദ് എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ഒരു മദനിയുടെ കൈകൊണ്ട് മരണപ്പെട്ടു. അന്നത്തെ കാലത്ത് ഇസ്ലാമിക ഭീകരവാദികൾ കൊല ചെയ്തിട്ടുണ്ട്. ആ സ്വാമി ശ്രദ്ധാനന്ദനെ 925 തുടക്കത്തിൽ നേരിട്ട് കാണുന്നുണ്ട് ഗുരുദേവൻ. അതിനുശേഷമാണ് ആലുവ മണപ്പുറത്ത് നടത്തിയ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ശ്രുതി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ സമുദായാംഗങ്ങളും മറ്റെല്ലാവരും തയ്യാറാകണം. അതിനു വേണ്ടിയിട്ടുള്ള വിധി പൂജനീയനായ ദയാനന്ദ സരസ്വതി സ്വാമികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദയാനന്ദ സരസ്വതി സ്വാമികൾ ആരാ? ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ, ആര്യധർമ്മത്തിന്റെ സ്ഥാപകൻ. വളരെ കൃത്യമായി അതിനോടനുബന്ധിച്ചാണ് ഹോമമന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഹോമങ്ങളും മറ്റും അനുഷ്ഠിക്കുന്ന സമയത്ത് ഏത് തരത്തിലാണ് മന്ത്രാചാരാനുഷ്ഠാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നിബന്ധിക്കുന്ന കൃതി. അത് സനാതന ധർമ്മമാണോ ഹിന്ദുധർമ്മമാണോ അല്ലയോ ചർച്ച ചെയ്യാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കൃതി അവസാന കാലത്ത് എഴുതുന്നത്, അതിൻ്റെ പേര് തന്നെ വളരെ പ്രസിദ്ധമാണ്. ശ്രീനാരായണ സ്മൃതി എന്നാണ് അതിൻ്റെ പേര്. ശ്രീനാരായണ സ്മൃതി അഥവാ ശ്രീനാരായണ ധർമ്മം എന്നറിയപ്പെടുന്ന കൃതി 924 അദ്ദേഹം രചിച്ചു. 100 ശ്ലോകങ്ങളിലായി നിബന്ധിച്ചിട്ടുള്ള ആ കൃതി എന്താണ്? അതിനെക്കുറിച്ച് അഭിവന്ദ്യനായ മുനിനാരായണ പ്രസാദ് പറയുന്നത്, മനുസ്മൃതിയൊക്കെ ഉണ്ടായതിനു ശേഷം
ഉള്ള ഒരു വലിയ ആധ്യാത്മിക ദാർശനിക വിടവിനെ പൂർത്തീകരിക്കുവാൻ ഗുരുദേവൻ ചെയ്ത ആധുനിക കാല സ്മൃതിയാണ് ശ്രീനാരായണ സ്മൃതി എന്ന്. വേറെ എന്തെങ്കിലും യാജ്ഞവൽക്യ സ്മൃതി പോലെ, ദേവല സ്മൃതി പോലെ, മനുസ്മൃതി പോലെ സ്മൃതികളുണ്ടാക്കുന്ന ആ പ്രക്രിയയ്ക്ക് തടസ്സം നേരിട്ടു. അതിനുശേഷം അതിനൊക്കെ വേറെ ചരിത്രപരമായ, സാമൂഹ്യമായ, രാഷ്ട്രീയ, മതപരമായ കാരണങ്ങളുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടക്കേണ്ടതില്ല. ആ സ്മൃതി രചനയുടെ, സ്മൃതി നിർമ്മാണത്തിൻ്റെ ആ ഒരു തുടർച്ചയാണ് ഗുരുദേവനിലൂടെ നടന്നത് എന്നാണ്. പ്രതികരിക്കാൻ പറ്റാത്ത വിധം അശക്തരായി തീർന്ന സമുദായ അംഗങ്ങൾ ജാതിശല്യ നികൃന്ദനം, ജാതിപരമായ പ്രശ്നങ്ങളെ കൊണ്ട്, മൂന്നാമത്തെ വരി ഒന്ന് ശ്രദ്ധിക്കൂ, മതമന്യസമാശ്രിത്യ, വേറെ ചില മതങ്ങളാണ് ശരിയെന്ന് വിചാരിച്ച്, ഗുരുദേവൻ സ്പർശിക്കാത്ത വിഷയമൊന്നുമില്ല, മതമന്യസമാശ്രിത്യ, മറ്റു മതങ്ങളാണ് ശരി, പരമതങ്ങളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് മതം മാറ്റത്തിന് വിധേയരാകുന്നു. എവിടെ? കേരളത്തിൽ നിന്നല്ല, തിരുവനന്തപുരത്തു നിന്നുമല്ല, ഭാരതേ. ഈ മുഴുവൻ ഭാരതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഭാരതം മുഴുവൻ നടക്കുന്ന മതപരിവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയാണ്. അതിൻ്റെ മൂല കാരണത്തെക്കുറിച്ച് പറയുകയാണ്. ഈ സ്മൃതി എന്ന് പറയുമ്പോൾ അത്തരം കാര്യങ്ങളെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ചിലരെങ്കിലും ഈ കൂട്ടത്തിലുള്ള, അതുകൊണ്ട് അറിയുമായിരിക്കാം. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഗർഭാധാന സംസ്കാരം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള കാലഘട്ടത്തിൽ ഈ കാലത്ത് നമ്മൾ എന്തൊക്കെ അനുഷ്ഠിക്കണമെന്ന് പരാമർശിക്കുകയാണ്. ആ കൂട്ടത്തിൽ സാമൂഹ്യ ജീവിതമുണ്ട്, കുടുംബ ജീവിതമുണ്ട്, വ്യക്തി ജീവിതമുണ്ട്, ആധ്യാത്മിക ജീവിതം എല്ലാം ഉണ്ട്. അതിന് സാമൂഹ്യമായ ജീവിത സന്ദർഭത്തെ വിശദീകരിക്കുമ്പോഴാണ് ഗുരുദേവൻ പറയുന്നത്, പ്രതികർത്തും അശക്താസ്തേ ജാതിശല്യ നികൃന്ദനം മതമന്യസമാശ്രിത്യ സുഖം ജീവന്തി ഭാരതേ. കൊട്ടേഷൻ മനസ്സിലാക്കണം, ഭാരതേ. അതേപോലെ കൊട്ടേഷനും അടിവരയിട്ടിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ മനസ്സിലാക്കണം, മതമന്യസമാശ്രിത്യ, മതം മാറുന്നു. അപ്പൊ അത് പരിഹരിക്കപ്പെടേണ്ടുന്ന ഒരു പ്രശ്നമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് വല്ല തർക്കമുള്ളവരുണ്ടെങ്കിൽ 21ാമത്തെ ശ്ലോകം കൂടി, ഈ സ്മൃതിയിലെ 21ാമത്തെ ശ്ലോകം കൂടി കേൾക്കുക. സ്മൃതി സ്മൃതി പുരാണോക്തേ ധർമാചാര നിബന്ധനേ വിഭിന്ന മതയക്കേജിൻ നീചാമൃത്തി ഭജന്തി ച. വളരെ കടുപ്പമുള്ള പ്രയോഗമാണ്, വളരെ കടുപ്പമുള്ള പ്രയോഗം. എന്താ പറയുന്നത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സ്മൃതി പരാമർശിച്ചുകൊണ്ടിരുന്നു. ഇതെടുത്തത് ഗുരുദേവനിൽ നിന്നാണ്. അദ്ദേഹം 21ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, ശ്രുതി സ്മൃതി പുരാണോക്തേ ധർമാചാര നിബന്ധനേ. ശ്രുതിക്കും സ്മൃതിക്കും പുരാണങ്ങൾക്കും അനുസൃതമായിട്ട്. ഇത് ഏത് മതത്തെക്കുറിച്ചാണ്? കാർൽ മാർക്സിന്റെ മാർക്സിസത്തെ കുറിച്ചാണ്. ഇത് ആരുടെ മതത്തെക്കുറിച്ചാണ്? സ്റ്റാലിന്റെ ദ്രാവിഡ മുന്നേറ്റത്തെ കുറിച്ചാണ്. എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ധർമാചാര നിബന്ധനേ, ധർമ്മത്തെ ഏത് ധർമ്മം? സനാതന. ആ സനാതന ധർമ്മത്തിന് അനുസൃതമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ വിഭിന്ന മതയക്കേജിൻ നീചാമൃത്തി ഭജന്തി ച. അത് ചെയ്യാതെ വിഭിന്നങ്ങളായ പരമതങ്ങൾ, ആ പരമതങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം നോൺ ഇന്ത്യൻ റിലിജൻസിനെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, നമ്മുടെ ധർമ്മത്തിന്റെ ഉള്ളിൽ വന്നു ചേർന്നിട്ടുള്ള അപജയങ്ങളെ കുറിച്ച് കൂടിയാണ് പറയുന്നത്. നീചാചാരങ്ങളെ പിന്നെയും ആധ്യാത്മികതയുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഈ പ്രവർത്തനം, അത് ഭാരതത്തിന്റെ നാഷണൽ ബൂർഷ്വാസി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ തന്നെ ഇത്തിരി കടുപ്പമുള്ള വാക്കൊക്കെയാണ്. അതുകൊണ്ടല്ല ഒരു സന്തോഷമൊക്കെ ഉണ്ട്, അതൊന്നും മനസ്സിലാവില്ലെങ്കിൽ. അപ്പോ ഏതായാലും ഒരു ദേശീയ മുന്നേറ്റത്തിന് കാരണമായി തീരുകയും ചെയ്തു എന്ന് EMS പോലും പറയുന്നു. സോ ഞാൻ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനെ നിഷേധിക്കുക വഴി കേരളത്തിന്റെ മുഖ്യമന്ത്രി നിഷേധിക്കുന്നത് സ്വന്തം പിതാമഹനായ EMS നമ്പൂതിരിപ്പാടിനെ കൂടിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്വയം റദ്ദാക്കാൻ, സെൽഫ് ഡിനയലാണ് ഇവരോരോരുത്തർ നടത്തുന്നത്. ഒരു വിഡ്രോവലാണ് ഇവരോരോരുത്തർ നടത്തുന്നത്. ഡിനൈ ചെയ്യുകയാണ് സ്വന്തം പാരമ്പര്യത്തെക്കുറിച്ച്. ഇത് സംഭവിക്കും. കാരണം പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധതയില്ലാത്ത ആളുകൾക്ക്, പ്രത്യയശാസ്ത്രപരമായ ഉള്ളുറപ്പില്ലാത്തവർക്ക് ഒരു തരം വള്ളി പൊട്ടിപ്പോയ, ചരട് പൊട്ടിപ്പോയ പട്ടം പോലെ ഇങ്ങനെ പറഞ്ഞു നടക്കും. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ അവശേഷിക്കണം. അപ്പോൾ കിട്ടുന്ന ഒരു ഇലയാണ് സനാതന ധർമ്മത്തിനും ഹിന്ദുധർമ്മത്തിനും എതിരായിട്ടുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ കാര്യമായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇത് പ്രതികരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, കൃത്യമായി ഇതിൻ്റെ മറുപടി പറയാതിരിക്കുന്നു എങ്കിൽ, വേണ്ടത്ര ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ അവസരം കിട്ടാത്ത പുതിയ തലമുറ അത്തരം കാര്യങ്ങളിലേക്ക് കുറച്ചുപേരെങ്കിലും ആകർഷിക്കപ്പെടുകയും അത്
കൂട്ടർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആഖ്യാന യുദ്ധത്തെക്കുറിച്ച് തികച്ച ബോധ്യം നമുക്കുണ്ടാവണം. സാധാരണ പറയാറുണ്ട്, ഒരു വിഷം തുള്ളി കൊണ്ട് ഒരാൾ മാത്രമേ മരിക്കൂ. ഏകം വിഷരസം ഹന്തി, വിഷം കൊണ്ട് ഒരാളെ മരിക്കൂ. ശസ്ത്രേണ ഏകശ്ച വധ്യതേ, ഒരു വാളോ കുന്തമോ ശരമോ തോക്കോ ഉണ്ടെങ്കിൽ ആ തോക്കിന്റെ ഒരു വടി ഉണ്ടാവും, വാളിന്റെ ഒരു വെട്ടുമുണ്ട്. എത്ര വലിയ പരാക്രമിയാണ്. സിനിമയിലൊക്കെ മാത്രമേ ഒരു വെട്ടി ഒരാളുടെ തല മുറിഞ്ഞു പോയിട്ട് ആ വാള് തന്നെ പോയിട്ട് മൂന്നാമത്തെ ആളും നാലാമത്തെ ആളും ഒക്കെ മരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കടിച്ചു പിടിച്ച കത്തി കൊണ്ട് കൊല്ലണമെങ്കിൽ മാർക്കോയൊക്കെ ആയിരുന്നു പറ്റും, സാധാരണക്കാരൻ പറ്റില്ല. അപ്പോ അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നത് ശസ്ത്രേണ ഏകശ്ച വധ്യതേ, ശസ്ത്രം കൊണ്ട് ആയുധം കൊണ്ട് ഒരാളെ മരിക്കുള്ളൂ. പക്ഷേ സരാഷ്ട്രം സപ്രജം ഹന്തി രാജാനം മന്ത്രവിപ്ലവ. പക്ഷേ മന്ത്രവിപ്ലവമുണ്ട്. മന്ത്രവിപ്ലവം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ഈ സുന്ദരമായ സാങ്കേതിക പദം നരേറ്റീവ് വാറിന് കൊടുക്കാൻ പറ്റുന്ന, മന്ത്രവിപ്ലവത്തിന്റെ ഏഴേലത്ത് വരില്ല നരേറ്റീവ് വാർന്ന വാക്ക്, പക്ഷേ ഉന്നതമായ ഒരു പ്രയോഗമാണ് ആചാര്യന്മാർ നടത്തിയിട്ടുള്ളത്. നരേറ്റീവ് വാറുകൊണ്ട് മന്ത്രവിപ്ലവം കൊണ്ട് സംഭവിക്കുന്നത് സരാഷ്ട്രം സപ്രജം ഹന്തി, രാഷ്ട്രം നശിക്കും, ജനങ്ങൾ നശിക്കും, രാജാവും മരിക്കും, എല്ലാവരും മരിക്കും മന്ത്രവിപ്ലവം. അതുകൊണ്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മന്ത്രവിപ്ലവത്തെ, ഈ നരേറ്റീവ് വാറിനെ കൃത്യമായി തിരിച്ചറിയാനും അതിന് മറുപടി നൽകാനും നമുക്ക് സാധിക്കും. ഇത് ഇന്നും നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരുകൾ തിരഞ്ഞെത്തേണ്ടത് ഭാരതത്തിൽ നടന്ന ശക്തമായ ആക്രമണങ്ങളുടെ ചരിത്രത്തിൽ കൂടെയാണ്. അതിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്നത്. വലിയ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് നമുക്കറിയാം. മുഖ്യമായും 3 ആക്രമണങ്ങളുടെ പരമ്പരയെ 3ആയിട്ട് തിരിക്കാം. ഒന്ന് പ്രീ ഇസ്ലാമിക് ആക്രമണം, ഭാരതത്തിന്റെ മേലെ ഇസ്ലാമിക പൂർവ്വ ആക്രമണം നടന്നിട്ടുണ്ട്. രണ്ടാമത് ഇസ്ലാമിക ആക്രമണം. മൂന്നാമത് യൂറോപ്യൻ ആക്രമണം, അല്ലെങ്കിൽ വേണമെങ്കിൽ യൂറോപ്പ് ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അത് 99% ക്രിസ്ത്യൻ ആക്രമണമാണ് നടന്നത്, മതത്തിന്റെ പേരിന്റെ അടിസ്ഥാനത്തിൽ പറയണം. അപ്പോൾ 3 തരത്തിലുള്ള ആക്രമണങ്ങളോടൊപ്പവും ഈ ആഖ്യാന യുദ്ധവും കടന്നു വരാൻ ശ്രമിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാക്കും. പക്ഷെ അതിന് നമ്മുടെ ഉൾക്കരുത്തുകൊണ്ട് നമ്മൾ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണോ അതിന്റെ അടിസ്ഥാനത്തിൽ ചിലവ വിഫലമാവുകയും ചിലവ അവരുടെ ആക്രമണങ്ങൾ ഫലവത്താവുകയും ചെയ്തു. പ്രീ ഇസ്ലാമിക് ആക്രമണ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ അംഗസത്ത അങ്ങേയറ്റം ശക്തമായി, നമ്മുടെ ഉൾക്കരുത്ത് അങ്ങേയറ്റമായി, നമ്മുടെ പാചനശേഷി ദഹനശേഷി അങ്ങേയറ്റമായി. അതുകൊണ്ടാണ് ഇവിടേക്ക് ഗ്രീക്കർ, യവനരായാലും കുശാനരായാലും ശാകരായാലും ഒക്കെ കടന്നു വന്നിട്ടും അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ ഈ രാഷ്ട്ര ശരീരത്തിൽ തന്നെ ലയിച്ചു ചേർന്നു. കാർൽ മാർക്സ് 1857 ചരിത്രം എഴുതുമ്പോൾ അദ്ദേഹം തന്നെ അറിയാതെ, ഈ നുണ മാത്രം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും അറിയാതെ ഉള്ളിൽ നിന്ന്, എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ ഒരു നന്മ, അതുകൊണ്ട് ചില നന്മകളും സത്യങ്ങളും ഒക്കെ പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നൊരു സത്യമാവണം. അദ്ദേഹം പറയുന്നുണ്ട്, ഭാരതത്തിൽ നടന്ന ആദ്യകാല ആക്രമണങ്ങളൊക്കെയും ശക്തമായി പ്രതികരിക്കപ്പെടുകയും ആ പ്രതികരണത്തിന്റെ കരുത്തുകൊണ്ട് അവർ ഓരോരുത്തരും ഹിന്ദുവാക്കപ്പെടുകയും ചെയ്തു. ഇത് പറഞ്ഞ ഞാനല്ല, മാർക്സാണ് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞത് Arab states have gone so successfully over in India were soon Hinduized according to the eternal law of history. ചരിത്രത്തിന്റെ ചിരന്തനമായ നിയമത്തെ അനുസരിച്ചുകൊണ്ട് ഈ ആദ്യകാല ആക്രമണകാരികൾ അവര് രാഷ്ട്രീയമായി ഭരണം കൈവശപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ പോലും ചുരുങ്ങിയ കാലം കൊണ്ട് ആ ഭരണം പോവുക മാത്രമല്ല, അവര് ഭാരതത്തിന്റെ വിശിഷ്ടമായ സംസ്കൃതിയായ ഹിന്ദുത്വത്തിൽ ലയിച്ചു ചേർന്നു. പദം ഉപയോഗിച്ചിട്ടുള്ളത് ഹിന്ദുവൈസ്ഡ് എന്ന് തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ആക്രമണം, ശാരീരികമായ ആക്രമണമാണ് ഏറ്റവും കൂടുതൽ നടന്നത്. യുദ്ധക്കളത്തിലെ ആക്രമണങ്ങളാണ്. പക്ഷേ ആ യുദ്ധക്കളത്തിലെ ആക്രമണത്തെ ഫലപ്രദമായി ചെറുത്ത് പരാജയപ്പെടുത്തുകയും ആ കടന്നു വന്നവരെ ഭാരതത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പൊരുതാനുള്ള പടയാളികളാക്കുകയും ചെയ്തു. വെറുതെ എന്ന് പറഞ്ഞതല്ല. ഇപ്പൊ വെളുത്ത ഹൂണന്മാരുടെ ചരിത്രവും അവരുടെ വംശപരമ്പരയെ അന്വേഷിച്ചെത്തുന്നവർക്കറിയാം. അവര് പിൽക്കാലത്ത് ഭാരതത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പൊരുതുന്ന രജപുത്രന്മാരായി തോന്നുന്നതാണ്. രജപുത്രന്മാരുടെ വംശപരമ്പര നോക്കുമ്പോൾ ഒരു DNA സ്റ്റഡിയൊക്കെ നടത്തിപ്പോയാൽ വെളുത്ത ഹൂമന്മാരിലെത്തുമെന്ന്. ഇതിനെ ആയിരിക്കണം ഒരു പക്ഷേ കാർൽ മാർക്സ് പറഞ്ഞത് അവരോരോരുത്തരും ഹിന്ദുവൽക്കരിക്കും. അപ്പൊ അതിന്റെ കാരണം എന്താണ്? വളരെ വിശദീകരിക്കാത്ത സമയം
സമയവും കുറവാണ്. അത് വളരെ വിശദീകരിക്കാതെ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. കാരണം ഒരു പ്രബുദ്ധ സദസ്സാണ് എന്നെ കേൾക്കുന്നതെന്ന് നന്നായിട്ടറിയാം. ഒന്നാമത്തെ ആ യുദ്ധം ആക്രമണകാരികൾ കരുത്തന്മാരായിരുന്നു, ഭീകരന്മാരായിരുന്നു, ക്രൂരന്മാരായിരുന്നു. ഇതിലെ കുശാനന്മാരും ശാകന്മാരെയും പോലുള്ള ക്രൂരതയൊന്നും പിൽക്കാലത്തെ ഇസ്ലാമിക ആക്രമണകാരികൾ പോലും ചെയ്തിട്ടില്ല. അവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വന്നത്. യുദ്ധം ദേഹി, രക്തം ദേഹി, ജീവൻ ദേഹി, തരൂ ഞങ്ങൾക്ക് ജീവൻ, തരൂ ഞങ്ങൾക്ക് യുദ്ധം, തരൂ ഞങ്ങൾക്ക് രക്തം എന്ന് പറഞ്ഞിട്ടാണ്. അതിൽ വിഹിരകുലനെ പോലുള്ള രാക്ഷസന്മാര് അവര് ശത്രു രക്തം കപാലങ്ങളിൽ പാനം ചെയ്തിരുന്നവരാണെന്ന് പറയും. കപാലങ്ങളിൽ തലയോട്ടിയില് ശത്രുവിന്റെ രക്തം കുടിച്ചിരുന്നവരാണെന്ന് വരെ പറയും. അങ്ങനെയുള്ളവരായിട്ട് കൂടി അവരെ നിശേഷം പരാജയപ്പെടുത്താൻ തോന്ന കരുത്തുണ്ടായിരുന്നു, ആത്മശേഷി ഉണ്ടായിരുന്നു, ദഹനശേഷി ഉണ്ടായിരുന്നു ഭാരതീയ സംസ്കാരം. പിന്നീട് ഇസ്ലാമിക ആക്രമണത്തിന്റെ കാലമായപ്പോഴേക്കും ഇതിൻ്റെ ചെറിയ വ്യതിയാനം വന്നു. ആ വ്യതിയാനം ആദ്യ ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് വന്ന ആക്രമണകാരികൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ശക്തിക്ക് സദാ നവോന്മേഷശാലിയായ ഭാരതീയ സംസ്കൃതി, ഭാരതത്തിന്റെ പ്രത്യേകത, ഈ സനാതന സംസ്കൃതിയുടെ പ്രത്യേകത, അതൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള നിലയല്ല. അതെങ്ങനെ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊരു വലിയ പ്രവാഹമാണ്. സർവപള്ളി രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നത് പോലെ ഹിന്ദുയിസം ഈസ് നോട്ട് എ പൊസിഷൻ, ഇറ്റ് ഈസ് എ മൂവ്മെന്റ്. അതൊരു നിലയാണ്, എവിടെയോ വന്ന് നിന്നുപോയത്. അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചലനമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് എ റിസൾട്ട് ബട്ട് ഇറ്റ് ഈസ് എ പ്രോസസ്. ഇതൊരു അന്തിമ ഫലമൊന്നുമല്ല, ആരോ നടത്തിയ പരീക്ഷണത്തിന്റെ അന്തിമ ഫലമല്ല, ഇതൊരു പ്രക്രിയയാണ്. മൂന്നാമത് അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് എ ഫിക്സഡ് റെവലേഷൻ, ഇറ്റ് ഈസ് എ എവർ ഗ്രോയിങ് ട്രഡീഷൻ. സദാ വികാസശീലമായ, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയാണ്. ഇതിന് കാരണം എന്താണെന്ന് കുറച്ചൊക്കെയെങ്കിലും രണ്ടാമത്തെ ആക്രമണകാരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. അതിലാണ് അവർക്ക് മനസ്സിലായത് ഭാരതത്തിന്റെ സമൃദ്ധമായ കരുത്തുറ്റ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ഇവിടുത്തെ പാരമ്പര്യങ്ങൾ, ഇവിടുത്തെ കസ്റ്റമറി പ്രാക്ടീസസ്. അതുകൊണ്ട് ശാരീരിക ആക്രമണത്തോടൊപ്പം തന്നെ ഇവയെയും അവർ ആക്രമിച്ചു. ഇപ്പം നലന്ദ സർവകലാശാലയോ തക്ഷശിലയോ വിക്രമശിലയോ ഒക്കെ ആക്രമിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം നമ്മളെ സദാ നവീകരിക്കുന്നതായ ആ വിശിഷ്ടമായ വിദ്യാപാരമ്പര്യത്തെയും അവർ തിരിച്ചറിയുകയും ആ നവീകരണ ശ്രമത്തെ തകർക്കുക എന്ന ദൃഷ്ടിയിൽ അതിന് അവരുടെ മൗലികവാദം ഒരു കാരണമായിട്ടുണ്ടാകാം. പക്ഷെ ബുദ്ധിമാന്മാരായ ഭരണാധികാരികൾ മുഖ്യ ലക്ഷ്യമായി അതിനെ വയ്ക്കാനുള്ള കാരണമാണ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ ഘട്ടം എത്തുമ്പോൾ നമ്മുടെ ഈ നവീകരണ ക്ഷമതയ്ക്ക് യുദ്ധങ്ങളിൽ വിജയിക്കുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ഏറ്റവും വലിയ അപകടം നേരിട്ടത് ഈ നവീകരണ ക്ഷമതയ്ക്ക് കാരണമായിട്ടുള്ള വിദ്യാ കേന്ദ്രങ്ങൾ തകർത്തു, അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തകർത്തു. ഭാരതത്തിന്റെ ഖ്യാതി, ഭാരതത്തിന്റെ പ്രസിദ്ധി ജ്ഞാനത്തിലാണ്, അറിവാണ് നമ്മളെ എപ്പോഴും നവീകരിക്കുന്നത്. ആ അറിവിന്റെ മേഖലയിലെ പ്രവർത്തനത്തെ തടയാൻ ഈ ആക്രമണത്തിൽ ഒരു പരിധിവരെ തടയാൻ കാരണമായി. മൂന്നാമത്തെ ആക്രമണം നടക്കുമ്പോൾ മുഖ്യമായും ആ മേഖലയിൽ മാത്രമായി അവരുടെ ആളെണ്ണം കുറവായതുകൊണ്ട് യൂറോപ്യന്മാര് ഈ പടക്കളത്തിലെ യുദ്ധത്തിനല്ല പ്രാധാന്യം കൊടുത്തത്. അവരേറിയ പോലും പ്രാധാന്യം കൊടുത്തത് നരേറ്റീവ് നിർമ്മിതിയിലാണ്. നമ്മുടെ തലച്ചോറിലേക്കാണ് അവർ ആക്രമണം നടത്താൻ വേണ്ടി സന്നദ്ധരായത്. അതിനുവേണ്ടി അനേകം സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. 1784 സ്ഥാപിച്ച ഏഷ്യാറ്റിക് സൊസൈറ്റി, അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച സർവേ ഓഫ് ഇന്ത്യ, അതിനെ തുടർന്ന് സ്ഥാപിച്ച ആന്ത്രോപോളജിക്കൽ സൊസൈറ്റി, ഇതിൽ നിന്നെല്ലാം കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ വിദ്യാഭ്യാസ പദ്ധതി, ഇതിൽ നിന്നെല്ലാം കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത് എന്തോ മഹാകാര്യമാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന പാവങ്ങളുണ്ട് നമ്മുടെ ഇടയിൽ. വലിയ പണ്ഡിതന്മാരെന്ന് സ്വയം വിളിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പോലും രാവിലെയും വൈകുന്നേരവും എഴുന്നേറ്റ് വില്യം ജോൺസിന് നമസ്കരിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. വില്യം ജോൺസ് എന്തോ വലിയ സംഭാവന നമുക്ക് തന്നു എന്നാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി അങ്ങനെ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് പറയുന്നവർ. പക്ഷേ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഭാരതം എന്താണെന്ന് പഠിക്കുക, പഠിച്ചിട്ട് ആക്രമിക്കുക. വെറുതെ ആക്രമിച്ചിട്ട് കാര്യമില്ല. ഇവിടെ എത്ര വർഗങ്ങളുണ്ട്? കറുത്തവനെത്രയുണ്ട്, ഇരുണ്ടവനെത്രയുണ്ട്, വെളുത്തവനെത്രയുണ്ട്, ചുരുണ്ട മുടിക്കാരനെത്രയുണ്ട്, കോല മുടിക്കാരനെത്രയുണ്ട്, മൂക്ക് നീണ്ടവനെത്രയുണ്ട്, ചപ്പിയവനെത്രയുണ്ട്, എത്രയുണ്ട് ഉയർന്ന നെറ്റിത്തടമുള്ളവൻ, നീണ്ട കൈയുള്ളവൻ. ഓരോരോ ലക്ഷണ വൈജാത്യങ്ങൾക്കനുസൃതമായി വർഗങ്ങളെ സൃഷ്ടിച്ചു.
അതിനുള്ള പഠനം നടത്തി. ഒപ്പം കൽക്കരി എവിടെയാണ് കിട്ടുന്നത് കൂടുതൽ, സ്വർണ്ണം എവിടെയാണ് കിട്ടാൻ സാധ്യത, ചെമ്പ് എവിടെയാണ് കിട്ടാൻ സാധ്യത, ഇതിനെക്കുറിച്ചും അന്വേഷിച്ചു. എവിടെയെല്ലാം ഏതെല്ലാം കൃഷിയിടങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങളുണ്ടെന്ന് അന്വേഷിച്ചു. ഇതിനെല്ലാം കൃത്യമായി ഡോക്യുമെന്റ് ചെയ്തു. ഈ കാലഘട്ടങ്ങളിലൊന്നും ഈ അപരിഷ്കൃതനായ ഭാരതീയരിലെ ഒരുത്തനെ പോലും ആ കമ്മിറ്റിയിലേക്കോ ആ സൊസൈറ്റിയിലേക്കോ പ്രവേശനത്തിന് അനുവദിച്ചില്ല. 1784 തുടങ്ങിയ ഏഷ്യാറ്റിക് സൊസൈറ്റിയിലേക്ക് ഒരു ഇംഗ്ലീഷുകാരനല്ലാത്ത ആൾക്ക് അംഗത്വം കിട്ടാൻ 44 വർഷം എടുത്തു. എന്തിനാ 44 വർഷം എടുത്ത? ഭാരതത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, ഏഷ്യക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് ഏഷ്യക്കാരെ എടുത്തില്ല? അവർക്ക് എടുക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇതവർ സ്വകാര്യമായി നടത്തിയ വിവരശേഖരണമാണ്. ആ വിവരശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജെയിംസ് മിൽ 1706 ഭാരതത്തിന്റെ ചരിത്രം എഴുതാൻ തുടങ്ങിയത്. 11 വർഷം എടുത്തു. 11 ദിവസം കൊണ്ടൊക്കെ പുസ്തകം പൂർത്തീകരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. ഗിന്നസ് ബുക്കിൽ പേര് വരാൻ വേണ്ടിയിട്ട് അവിടെ 100 കണക്കിന് പുസ്തകം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നോക്കൂ, അവിടെ നമുക്ക് കാണാം ആ ബ്രിട്ടീഷുകാരൻ എന്തൊരു വലിയ തപസ്സാണ് ചെയ്തത്. 11 വർഷം ഏറെക്കുറെ ഒരു വ്യാഴവട്ടക്കാലം എടുത്തിട്ടാണ് നമ്മുടെ ചരിത്രം ഉണ്ടാക്കി നമുക്ക് തന്നത്. നമുക്ക് നമ്മളെക്കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചരിത്രം എഴുതി നമുക്ക് തന്നത്. ചരിത്രം 3 തരത്തിലേക്ക് വിഭജിച്ചു. ഏൻഷ്യന്റ് ഹിസ്റ്ററി, മിഡീവിയൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി. ഏതെങ്കിലും ഒരു ചരിത്ര വിദ്യാർത്ഥിയോട് ചോദിക്കുക ചരിത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ചോദ്യം ഏത് ഹിസ്റ്ററി എന്ന് വെച്ചാൽ മിഡീവിയൽ ആണോ മോഡേൺ ആണോ ഏൻഷ്യന്റ്. എന്താ ഈ ഏൻഷ്യന്റ് എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ് ഡാർക്ക് ഹിസ്റ്ററി. അങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പാശ്ചാത്യന്റെ ചരിത്ര വിഭജനത്തിലൊക്കെ സത്യമാണ്. എൻലൈറ്റ്മെന്റിന്റെ കാലത്തിന് മുമ്പുള്ള പാശ്ചാത്യ ചരിത്രം അന്ധകാല ചരിത്രം. ഇവിടെ വന്നപ്പോൾ അവൻ വിചാരിച്ചു ഇവിടെ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഹിന്ദു കാലഘട്ടം അന്ധകാര യുഗമാണ്. കുഞ്ഞുങ്ങൾ പിറന്നാൽ അവരെ കാലം പിടിച്ച് മേലോട്ട് നോക്കിയിട്ട് ഗംഗയിലേക്ക് എറിയും, ആരുടെ വായിലേക്ക്? മുദ്രകളുടെ വായിലേക്ക്. അങ്ങനെയുള്ള അപരിഷ്കൃതരുടെ നാടാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു. പിന്നീട് നമുക്കൊരല്പം വെളിച്ചം തരാൻ വേണ്ടിയിട്ട്, അല്പം അന്ധകാരാണ്, വെളിച്ചമാണല്ലോ, വെളിച്ചം തരാനുള്ള പണി ഇവരെ ഏൽപ്പിച്ചു, മുഗളന്മാരെ ഏൽപ്പിച്ചു. മിഡീവിയൽ ഏജാണ് an era of transition, പരിവർത്തനത്തിന്റെ കാലഘട്ടം. പ്രകാശം വരാൻ തുടങ്ങാൻ ഭാഗ്യം. കവിത എഴുതാൻ നമ്മളെ പഠിപ്പിച്ചവർ, ശില്പങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിച്ചവർ, ആർക്കിടെക്ചർ നമ്മളെ പഠിപ്പിച്ചവർ. അങ്ങനെയാണല്ലോ താജ്മഹലൊക്കെ വലിയ അത്ഭുതമായി മാറിയത്. താജ്മഹലാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഒരു കോണിലുള്ള ശില്പകലാ വൈദഗ്ധ്യത്തിന്റെ ഒരു അംശമുണ്ടോ താജ്മഹൽ? ശുചീന്ദ്രം ക്ഷേത്രത്തിൽ പോയി കാണാൻ കഴിയുന്ന ആ മഹത്വത്തിന്റെ 1000-ലൊന്നും അംശമുണ്ട്. പക്ഷേ എന്തുപറ്റി? മിഡീവിയൽ കാലഘട്ടത്തിൽ ശില്പകലാ സൗഭഗത്തിന്റെ പുതിയ പ്രകാശം നമുക്ക് സംഭാവന ചെയ്ത പേർഷ്യൻ ആർക്കിടെക്ചർ അത് നമുക്ക് തന്ന അവരാണ് നമ്മൾ പഠിപ്പിച്ചു വരുന്നത്. അങ്ങനെ മധ്യകാലഘട്ടം കഴിഞ്ഞപ്പോഴാണ്. അന്നും ശരിയായ പ്രകാശം വന്നില്ല. പിന്നാലെ പ്രകാശം പൂർണ്ണമായിട്ട് കൊണ്ടുവന്നത് അത് ബ്രിട്ടീഷുകാർ, ഇംഗ്ലീഷുകാർ. അതാണ് എറ ഓഫ് എൻലൈറ്റൻമെന്റ്, പ്രകാശത്തിന്റെ. ഈ രൂപത്തിൽ ചരിത്രം എഴുതാൻ ജെയിംസ് മില്ലിന് കരുത്തു പകരാനുള്ള അടിസ്ഥാന അന്വേഷണങ്ങൾ മുഴുവൻ നേരത്തെ പറഞ്ഞ വില്യം ജോൺസിന്റെ ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി നടത്തിയ ബുദ്ധമായി രഹസ്യമായി നടത്തിയ അന്വേഷണങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ, സർവേക്ഷണത്തിലൂടെ പറഞ്ഞു വരുന്നത്. ഈ തരത്തിൽ നടത്തിയ അടിസ്ഥാന പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഭാരതത്തിന്റെ നിലനിൽപ്പിനെതിരായിട്ടുള്ള വലിയ വൈചാരിക ആക്രമണം അവർ തുടക്കം കുറിച്ചു. പറഞ്ഞു പഠിപ്പിക്കുകയാണ് 2 വർഗങ്ങളുണ്ട് ഇവിടെ. ആര്യന്മാർ പുറത്തുനിന്ന് വന്നവരാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക. ഈ ആക്രമണത്തിന്റെ നരേറ്റീവ് വാറിന്റെ തുടർച്ച സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും നമുക്ക് കാണാൻ കഴിയും. ഒരു സുവർണ അവസരമായിരുന്നു 1947 ഓഗസ്റ്റ് 15 നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇതിനൊക്കെയും മാറ്റം വരുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ ആ മാറ്റം വരുത്താനുള്ള പരിശ്രമം നടത്തുന്നതിന് പകരം സായിപ്പ് നിർത്തിയിടത്തുനിന്ന് കൂടുതൽ ശക്തമായി തുടങ്ങുകയാണ് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭരണത്തിൽ വന്ന ആളുകൾ ചെയ്തത്. വേറെ വിശദീകരിക്കേണ്ടതിന് നിങ്ങൾക്കറിയാം. 1-2 പ്രസ്താവനകൾ കൊണ്ട് തന്നെ അത് വളരെ വ്യക്തമാക്കി തന്നു നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി. ഭാഷാ നീതി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള, ഭാഷാ നയം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗിൽ ഭാരതത്തിന്റെ ഭാഷ സംസ്കൃതം ഒരു കാരണവശാലും ആകരുത് എന്ന് ശഠിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. സംസ്കൃതം ഒരു മൃതഭാഷയാണ്. പിന്നെ ഞാനാണ് ഭാരതം ഭരിക്കുന്ന അവസാനത്തെ ഇംഗ്ലീഷുകാരൻ. ഇതൊന്നും പറയാനൊരു നാണവുമില്ലാതെ ഭാരതത്തിന്റെ ഭരണം കയ്യിലേറ്റ ആളുകളിലൂടെ ഒരു വലിയ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കും. മാറ്റം വന്നുമില്ല. ആ മാറ്റത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച്
യുദ്ധങ്ങളെ കൂടിയാണ്. ഓരോ മേഖലയിലും ആ ആഖ്യാന യുദ്ധം ഫലപ്രദമായി നടത്താനാകും വിധത്തിൽ വിദ്യാഭ്യാസത്തെ പുനഃക്രമീകരിക്കാൻ 70 വർഷം വേണ്ടി വന്നു. 7 പതിറ്റാണ്ട്, എത്ര തലമുറകൾ ആ തെറ്റായ ഫ്രെയിംവർക്കിലൂടെ, തെറ്റായ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഭാരതം നടത്തി. ഇവിടുത്തെ റിസർച്ചിന് ഭാരതീയ മെത്തഡോളജി അല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയുണ്ട്, ഞാൻ പലരെയും കാണുന്ന ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ എൻ്റെ ഈ സദസ്സിലുണ്ട് ചുരുങ്ങിയത് 2 പേര്. ക്ഷമിക്കണം, നമ്മൾ ഉപയോഗിച്ച ഫ്രെയിംവർക്ക് ഏതാണ്? ഏത് ഫ്രെയിംവർക്കിനെ ഉപയോഗിച്ചാണ് ആ ഡോക്ടറേറ്റിനുള്ള ഗവേഷണം നടത്തിയത്? വെദർ ഇറ്റ് വാസ് ആൻ ഇന്ത്യൻ വേ, ഇന്ത്യൻ മെത്തഡോളജി ഇല്ലേ? ഭാരതീയ മെത്തഡോളജി ഈ മേഖലയിൽ സൃഷ്ടിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഉണർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അതൊക്കെയും സാധ്യമാകേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ചെയ്യാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം, അതിനു പറ്റിയൊരു തലമുറയെ വാർത്തെടുക്കാൻ, വളർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തരും കഴിയണം. അല്ലെങ്കിൽ ഈ നല്ല കാലം, കഠിനതരമായ കാലത്തിലൂടെ ശിശുപാലിയെ പോലത്തെ കരുത്തന്മാർ പൊരുതി ഉണ്ടാക്കി നമുക്ക് മുന്നിൽ തന്ന നല്ല കാലത്തിലൂടെ ഞാനും നിങ്ങളും ദുർബലരായിത്തീരും. അങ്ങനെ ദുർബലരായിത്തീരുന്ന നമുക്ക് ഒരു വല്ലാത്ത കാലത്തെ പുനഃസൃഷ്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഉണ്ടായി വരും. അതുകൊണ്ട് ആ വീക്കായിട്ടുള്ള മനുഷ്യരിലൂടെ ഹാർഡ് കാലം, വിഷമകരമായ കാലം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ പോരാട്ടം അത് വൈചാരിക മേഖലയിലെ പോരാട്ടമാണ്. ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തണം എന്ന് പറയുമ്പോൾ, നടത്തിക്കൊണ്ടേയിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് വൈചാരിക വിഷയമാണ്, ഇൻ്റലക്ച്വൽ വിഷയമാണ്. അപ്പോൾ ആ ബൗദ്ധിക വിഷയത്തെ കൃത്യമായി മനസ്സിലാക്കാനും ബൗദ്ധിക സമസ്യ ഏത്, പ്രശ്നങ്ങൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും സാധിക്കണം. അതിനുവേണ്ടി നടത്തപ്പെടുന്ന പരിശ്രമങ്ങളെ ഞാൻ മുമ്പേ എന്ന മട്ടിൽ നമ്മൾ പിന്തുണയ്ക്കുകയും ചെയ്യും. പിന്തുണയ്ക്കണം എന്ന് പറയുമ്പോൾ ഈ 4 വർഷം മുമ്പത്തെ വിജയദശമി ബൗദ്ധിക്കിൽ പൂജനീയ സത്സംഗജാലകൻ ഒരു വസ്തുത പറഞ്ഞു. സത്സംഗജാലജി പറഞ്ഞു, മാറ്റങ്ങൾ വരുന്നുണ്ട്, മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങളും രൂപപ്പെടുന്നു. ഉദാഹരണത്തിന് NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, പ്രമുഖമായൊരു വസ്തുത അതിൽ പറയുന്നുണ്ട്. സത്സംഗജാലജി പറയാണ്, ഭാഷയുടെ മേഖലയിൽ പരിവർത്തനം വരണം. ഇംഗ്ലീഷിന്റെ സ്ഥാനത്ത് ഭാരതീയ ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കണം. അടുത്ത വാചകം ചാട്ടുള്ളി പോലെ, എൻ്റെ അല്ല, എനിക്ക് മക്കളില്ലാത്തതുകൊണ്ട് എൻ്റെ അല്ല, മക്കളുള്ള നമ്മുടെയൊക്കെ നെഞ്ചിലേക്കാണ് തറയ്ക്കുന്നത്. നമ്മൾ തയ്യാറുണ്ടോ ഭാരതീയ ഭാഷയിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ? ഇതാണ് സത്സംഗജാലജി ചോദിച്ചത്. നമുക്കും വേണ്ടി വരുന്നത് ഇംഗ്ലീഷ് മാധ്യമ വിദ്യാഭ്യാസം. അപ്പോൾ മാറ്റം വരണമെങ്കിൽ സമൂഹം സന്നദ്ധമാകണം. അതിനുവേണ്ടി സമൂഹം കൂടി സന്നദ്ധമാകുമ്പോഴാണ് അത് പരിവർത്തനത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുക, സത്പരിണാമത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുക. അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ആ പ്രവർത്തനത്തിലാണ് ഞാനിവിടെ സൂചിപ്പിച്ച നമ്മൾ നേരിടുന്ന ബൗദ്ധിക ആക്രമണങ്ങളുടെ പൊരുളും കരുത്തും എന്തെന്ന് തിരിച്ചറിയാം. അവിടെ വീണ്ടും ഞാൻ പൂജനീയ സത്സംഗജാലജി അനുസ്മരിച്ചുകൊണ്ട് നിർത്താം. ഇത്തവണത്തെ വിജയദശമി ബൗദ്ധിക്കിൽ മുഖ്യമായും 4 പദങ്ങൾ അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ചു. 4 പദങ്ങൾ. അതിലൊന്ന് ഭാരതം നേരിടുന്ന കൾച്ചറൽ മാർക്സിസ്റ്റുകളുടെ ആക്രമണം, കൾച്ചറൽ മാർക്സിസം. ഇത് വലിയ ആക്രമണത്തിന്റെ മേഖലയാണ്, ചിലരെല്ലാം സൂചിപ്പിച്ചു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു വോക്കിസം. ഞാനാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ ഇടമാണ്, നീ ആരാണ് ഇതിലിടപെടാൻ എന്ന് ചോദിക്കുന്നൊരു തലമുറ വളർന്നു വരികയാണ്. സംസ്കാര വിരുദ്ധമായ, സദാചാര വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ വോക്കിസത്തിന്റെ സൈദ്ധാന്തിക പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറ. അതിനെക്കുറിച്ചാണ് പരാമർശിച്ചത്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ആൾട്ടർനേറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു മേഖല വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൾട്ടർനേറ്റ് പൊളിറ്റിക്സ്, വൈകല്പിക രാഷ്ട്രീയം. ഡൽഹിയിലൊക്കെ അരങ്ങേറിക്കൊണ്ടിരുന്നത് അതാണ്. അതിപ്പോൾ ഏതായാലും എല്ലാവരുടെയും ശക്തമായ പ്രവർത്തനത്തിലൂടെ തൽക്കാലത്തേക്ക് പുറത്തുപോയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ആകാതിരിക്കട്ടെ. വൈകല്പിക രാഷ്ട്രീയം. നാലാമത് അദ്ദേഹം പറഞ്ഞു ഡീപ് സ്റ്റേറ്റ്. നമ്മുടെ രാഷ്ട്രത്തിലും വേറെ ചില രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നു. ആദരണീയനായ ശിശുപാൽജിയുടെ സ്മരണ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു പോരാളിയായിരുന്നു, അദ്ദേഹം ഒരു വലിയ ഒരു പടയാളിയായിരുന്നു. എന്നും യുദ്ധം ചെയ്യുക. ആ യുദ്ധം തെരുവിലിറങ്ങിയിട്ടുള്ള സമരത്തിലൂടെ ആയാലും വൈചാരിക മേഖലയെ പരിശ്രമത്തിന് വേണ്ടിയിട്ടായാലും അദ്ദേഹത്തെ സ്മരിക്കുന്ന ഘട്ടത്തിൽ ഈ കാലഘട്ടത്തിന് യോജ്യമായ വിധത്തിലുള്ള സ്വയം സജ്ജീകരണത്തിന്, അത് ആത്മബോധത്തിലൂടെയും ശത്രുബോധത്തിലൂടെയുമുള്ള സ്വയം സജ്ജീകരണത്തിന് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ. ആ പ്രേരണ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അമ്മയുടെ കാൽക്കൽ
വന്ദേ മാതരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്.